നമസ്കാരം. കാലികം സമകാലികത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സെപ്റ്റംബർ 6 എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫോക്കസ് ഏരിയ സ്പെഷ്യൽ കാലികം സമകാലത്തിലൂടെ നൽകുന്നു. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 1 കൊച്ചു ചാപ്റ്റർ, പക്ഷേ ഈ വർഷം അത് പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം അതിൽ നിന്നും ഒരു 10 മാർക്കിലധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ പൊതുവെ ഒന്നാം ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ 3-4 മാർക്കിന്റെ ചോദ്യങ്ങളെ പരമാവധി വരാറുള്ളായിരുന്നു. ഈ വർഷം ഫോക്കസ് ഏരിയ സ്പെഷ്യൽ പെടുന്ന ചാപ്റ്റർ ആയതുകൊണ്ടും 160 മാർക്കിന്റെ ഓപ്ഷൻ അടക്കമുള്ള ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടും കുറച്ചുകൂടി ചോദ്യങ്ങൾ അതിൽ മാർക്കിന് പ്രതീക്ഷിക്കാം നമുക്ക്. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തു, കളക്ഷൻ ഓഫ് ഡാറ്റ. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകാം, അത് കാണാത്തവർക്കായി. തേർഡ് ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ മുൻപ് ചെയ്തു വെച്ചിരുന്നു. ആ ചാപ്റ്റർ ഒരു റിവിഷന്റെ സമയത്ത് മുൻപത്തെ ഒരു വർഷം, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഈ വർഷം പുതുതായി അത് നൽകുന്നില്ല. ഫോക്കസ് ഏരിയ സ്പെഷ്യൽ പെടുന്ന ആ ചാപ്റ്റർ തന്നെയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ മുമ്പ് ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകാം. ഫോർത്ത് ചാപ്റ്റർ ഞാൻ എടുക്കും, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്റർ, ഫോക്കസ് ഏരിയ സ്പെഷ്യൽ എന്ന രീതിയിൽ. Okay, so once again welcome to Kaligam Samakaligam Easy Economics Plus 1 Statistics chapter number 1 Introduction. So welcome back. ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ എന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ ആമുഖമായ ചാപ്റ്ററിൽ നമുക്ക് എക്കണോമിക്സ് എന്താണ് എന്ന് ആദ്യം പഠിച്ചു തുടങ്ങണം. എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന വിഷയത്തിന്റെ ഭാഗമായി അത് പഠിക്കാനുള്ള ഒരു ടൂളായി സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ കാണുന്നത്. സെപ്പറേറ്റ് മറ്റൊരു ടെക്സ്റ്റായിട്ട് അത് വരുമ്പോഴും ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയണം. ഒന്നാമത്, എന്താണ് ഇക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പല ഡെഫിനിഷൻസ് ഉണ്ട്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ആദ്യ ചാപ്റ്ററിൽ തന്നെ എക്കണോമിക്സിന്റെ ഡെഫിനിഷനൊക്കെ പഠിക്കും. പക്ഷേ ഒറ്റ ഡെഫിനിഷൻ മാത്രം ഏറ്റവും ചുരുക്കി പഠിച്ചു നോക്കുക. ഇക്കണോമിക്സ് എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനായി അത് ഇത്ര മാത്രമാണ്. എല്ലാവരും ഈ സമയത്ത് പഠിച്ചോളൂ, ക്ലിയർ ആയി പഠിച്ചോളൂ. ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം. ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, സാധാരണ വ്യവഹാര ജീവിതത്തിലെ മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സ്. സാധാരണ മനുഷ്യ ഒരു സമൂഹത്തിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ ഇല്ലേ, എങ്ങനെയൊക്കെയാണ് ഒരു നമ്മുടെ ഒരു ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത്, ആ ജീവിതത്തെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പഠനം ഏറ്റവും ചുരുക്കി ആൽഫ്രഡ് മാർഷലാണ് ആ ഡെഫിനിഷൻ നൽകിയത്. അത് മാത്രം തൽക്കാലം ഓർമ്മിച്ചു വെക്കുക. സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് ഇക്കണോമിക്സ്. രണ്ടാമത് പഠിക്കാനുള്ളത് വൈ ഇക്കണോമിക്സ്. എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന വിഷയം ആവിർഭവിച്ച് പ്രധാനപ്പെട്ടതായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ്. വൈ എക്കണോമിക്സ് എന്ന ചോദ്യത്തിന് 3 ഉത്തരങ്ങൾ നമ്മൾ പറയും. നമ്പർ 1, വാൺസ് ആർ അൺലിമിറ്റഡ്. മനുഷ്യനും അവൻ്റെ പെരുമാറ്റവും സ്വഭാവവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അത് എക്കാലവും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇക്കണോമിക്സ് പ്രധാനപ്പെട്ടതായി വരുന്നത്. എന്താ പോയിന്റ്? നമ്പർ 1, ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്, അനവധിയാണ്, നിരവധിയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഒരാവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന് മറ്റൊരാവശ്യം അവന്റെ മുമ്പിലേക്ക് വരും പൂർത്തീകരിക്കാനായിട്ട്. അത് പൂർത്തീകരിച്ചാൽ മറ്റൊരാവശ്യം പൂർത്തീകരിക്കാനായിട്ട് വരും. അങ്ങനെ വൺ വാണ്ട് ഈസ് സാറ്റിസ്ഫൈഡ്, അനദർ വാണ്ട് ഒക്കേഴ്സ് ഫോർ സാറ്റിസ്ഫാക്ഷൻ എന്ന. നമ്പർ 2, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ ആവശ്യങ്ങളൊക്കെ, എണ്ണമറ്റ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വിഭവങ്ങൾ വേണ്ടേ, അത് ലിമിറ്റഡ് ആണ്. ആവശ്യങ്ങൾ അൺലിമിറ്റഡും റിസോഴ്സ് ലിമിറ്റഡുമാണ്. അതാണ് രണ്ടാമത്തെ അതിൻ്റെ കാരണം. എക്കണോമിക്സിന്റെ പ്രാധാന്യം വരാനുള്ള കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യം എണ്ണമറ്റതാകുമ്പോൾ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുർലഭമാണ്, പരിമിതമാണ് എന്നുള്ളതാണ്. വിഭവങ്ങൾ അപരിമിതമായിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 100 കണക്കിന് ആവശ്യങ്ങളുണ്ട്, 100 കണക്കിന് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ വിഭവങ്ങളുമുണ്ട് എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെയല്ല, വിഭവങ്ങൾ ദുർലഭമാണ്. നമ്മുടെ കയ്യിലെ പണമായാലും മറ്റ് റിസോഴ്സ് ആയാലും അസംസ്കൃത വസ്തുക്കളായാലും എല്ലാം ദുർലഭമാണ്. ഓക്കെ. നമ്പർ 3, മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ള കാരണം ഈ വിഭവങ്ങൾ, ദുർലഭമായ വിഭവങ്ങൾ ഒന്നിലധികം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. 1, വാൺസ് ആർ അൺലിമിറ്റഡ്. 2, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. 3, ലിമിറ്റഡ് റിസോഴ്സസ് ഹാവ് മോർ ദാൻ 1 യൂസസ്. ലിമിറ്റഡ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്.
ആ ദുർലഭമായ വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്, ഏകാന്തര ഉപയോഗങ്ങളുണ്ട്, ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതാണ് പ്രശ്നം. 100 രൂപ എന്ന ദുർലഭമായ ഒരു പണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ കാപ്പി കുടിക്കാം, ചായ കുടിക്കാം, സിനിമ കാണാം, യാത്ര പോകാം, ബുക്ക് വാങ്ങാം, പെന്ന് വാങ്ങാം, അങ്ങനെ പല ആവശ്യത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഏതിനു വേണ്ടി ഉപയോഗിക്കണം? അതാണ് എക്കണോമിക്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനുള്ള കാരണം. ആകെ ഒരു 50 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അത് ദുർലഭമാണ്, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ ദുർലഭമായ 50 സെന്റ് ഭൂമി കൊണ്ട് കൃഷി മാത്രമല്ല ചെയ്യാൻ പറ്റുക. ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിക്കുക, സ്കൂൾ സ്ഥാപിക്കുക, ഫാക്ടറി സ്ഥാപിക്കുക, കൃഷി ചെയ്യുക, പല സ്കൂളൊക്കെ ഉണ്ടാക്കി പല അവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഏതിനു വേണ്ടി? അപ്പോൾ എക്കണോമിക്സിന് പ്രാധാന്യം വന്നു. ഇതാണ് മക്കളെ എക്കണോമിക്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വൈ ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ, എക്കണോമിക്സ് arises due to the scarcity of resources. That is, human wants are unlimited, resources are limited, limited resources have more than one uses എന്നോ ആൾട്ടർനേറ്റീവ് യൂസസ് എന്നോ പറയാം. ക്ലിയർ. ഇനി പഠിക്കാനുള്ളത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ 2 തരത്തിൽ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്? എന്താണ് സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ്, statistics in singular sense means the different methods, that is collection, classification, presentation and analysis of data. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, അനാലിസിസ്, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സയൻസ് which deals with collection, classification, presentation and analysis. വിവരശേഖരണം, അതിൻ്റെ വർഗീകരണം, അതിൻ്റെ അവതരണം, അതിൻ്റെ അപഗ്രഥനം, ഇതെല്ലാം അടങ്ങിയതിനെയാണ് സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. ഇൻ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് the information, quantitative information, that is the quantitative data. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ആ ഒരു വിവരത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക പ്ലൂറൽ സെൻസിൽ. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന രീതിയാണ് സിംഗുലർ സെൻസിൽ, അതിൻ്റെ വിവരത്തിൻ്റെ ആ ഡാറ്റയാണ്, ക്വാണ്ടിറ്റിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക പ്ലൂറൽ സെൻസിൽ. മാർക്ക്, ഹൈറ്റ്, വെയിറ്റ് എന്ന ഡാറ്റ, എക്സ്പോർട്ട് എന്ന ഡാറ്റ, ഇമ്പോർട്ട് എന്ന ഡാറ്റ, പോപ്പുലേഷൻ എന്ന ഡാറ്റ, പ്രോഫിറ്റ് എന്ന ഡാറ്റ, ലോസ് എന്ന ഡാറ്റ, ഇങ്ങനെ ആ ഡാറ്റയാണ്, അതിൻ്റെ ആ വിവരത്തെയാണ്, ക്വാണ്ടിറ്റിയാണ് എന്ന് പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ് എന്ന് പറയുക. The quantitative information, the quantitative data, that is called statistics in plural sense. Clear? Singular കഴിഞ്ഞു, പ്ലൂറലും കഴിഞ്ഞു. ഇനി what is quantitative data and qualitative data? 2 തരത്തിലുണ്ട് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. വെരി സിമ്പിൾ. Quantitative data means the data in terms of numbers. Quantitative data is a data which can be expressed in terms of numbers, which is numerically expressed, that is quantifiable. അളക്കാൻ കഴിയുന്ന, സംഖ്യാപരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുക. The data which can be expressed in terms of numbers, which is quantifiable, which is measurable. അളക്കാൻ കഴിയുന്ന, സംഖ്യാപരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങളെയാണ് quantitative data എന്ന് പറയുക. Height is a data which can be expressed in terms of numbers. Weight is a data, export is a data, import is a data, quantitative data. Mark is quantitative data, profit quantitative data. Okay. Wage quantitative data, salary quantitative data, income quantitative data. ഇതൊക്കെ സംഖ്യാപരമായതാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. Then what is qualitative data? ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഒക്കെ 2-3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാമല്ലോ ഈ വർഷം. So what is qualitative data? The data which cannot be expressed in terms of numbers. സംഖ്യാപരമായി പറയാൻ പറ്റാത്തത്, ഗുണാത്മകമായ വിവരങ്ങളെ, അല്ലേ? ഇപ്പോൾ സെക്സ്, മെയിൽ, ഫീമെയിൽ, എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, അല്ലേ? ഇപ്പോൾ ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗുണാത്മകമായ കാര്യങ്ങൾ, സംഖ്യാപരമായിട്ട് നമ്മൾ പറയാത്ത, ക്വാണ്ടിറ്റി എന്നതിൽ പറയാത്ത ഗുണവിശേഷങ്ങൾ പറയുന്നത്, അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുക. ഇനി പഠിക്കുന്നത് ചിലപ്പം 3-4 മാർക്കിന്റെ ചോദ്യം വരാം, 4 മാർക്കിന്റെ ചോദ്യമൊക്കെ വരാം. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ, ഉപയോഗങ്ങൾ എന്തൊക്കെയാ, പ്രാധാന്യം എന്താ ഇക്കണോമിക്സിൽ, അത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഓരോ പോയിന്റായി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്പർ 1,
ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എക്കണോമിക് പ്രോബ്ലം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എക്കണോമിക് പ്രോബ്ലം. ഒരു സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അന്വേഷിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു ആ പ്രശ്നത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു, അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് എൻ എക്കണോമിക് പ്രോബ്ലം. ഇത് മറ്റൊന്ന്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ഇക്കണോമിക് പ്രോബ്ലം. ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം എന്ത് എന്ന് കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് എൻ ഇക്കണോമിക് പ്രോബ്ലം. ദാരിദ്ര്യം, അതിന്റെ കാരണം എന്താ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. മൊബൈൽ അധികമായി കുട്ടികൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഒരു എന്താ പറയുക അഡിക്ഷൻ ഉണ്ടാകുന്നു. എന്താ കാരണം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അൺഎംപ്ലോയ്മെന്റ്, എന്താ കാരണം. ഒരു പ്രത്യേക രോഗം വരുന്നു, എന്താ പ്രത്യേകമായ കാരണം. എന്താണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും അറിയേണ്ടത്. അല്ലെങ്കിൽ അതൊരു ഏറ്റവും ദാരിദ്ര്യത്തിന്റെ താഴേക്കുള്ള ആൾക്കാർ എന്തുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ താഴേക്ക് അവർ നിൽക്കുന്നു, എന്തുകൊണ്ട് അവർ ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരത്തിലേക്ക് വരുന്നു, ഇനി ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആ ജീവിത സാഹചര്യത്തിൽ അവർ നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠനം സഹായിക്കും. എക്കണോമിക്സിൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ദെൻ തേർഡ് വൺ, statistics can be used to formulate economic policies. സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിക്കാൻ സഹായിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠനത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരിഹാരത്തിന്റെ ഭാഗമായി ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിച്ചു, അന്വേഷിച്ചു, കണ്ടെത്തി, കാരണങ്ങളൊക്കെ കണ്ടെത്തി. ഇനി എന്താണ് പരിഹാരം? അപ്പോൾ സർക്കാരിന് നയപരമായ തീരുമാനം എടുക്കേണ്ടി വരും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നയപരമായ പരിപാടിയാണ്. ദാരിദ്ര്യത്തിന്റെ പരിഹാരത്തിന്റെ മാർഗങ്ങൾ സർക്കാർ നയപരമായി തീരുമാനിക്കുന്നതാണ്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗത്താൽ എക്കണോമിക്സിലെ ഒരു പ്രശ്നത്തെ കണ്ടുപിടിച്ച് അതിന്റെ പരിഹാരം നിർണ്ണയിക്കുന്ന നയപരമായ കാര്യങ്ങൾ കൂടി നിർവഹിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ കാര്യകാരണങ്ങൾ വെച്ച് നമുക്ക് അപഗ്രഥിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. പെട്രോളിന്റെ വില കൂടുമ്പോൾ അതിന്റെ കൺസംഷൻ എങ്ങനെയാണ്, ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ്, ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ അത് വിൽക്കുന്ന അളവ് എങ്ങനെയാണ്, വില കുറയുമ്പോൾ വിൽക്കുന്ന അളവ് എങ്ങനെയാണ്, വരുമാനം കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്ന അളവ് എങ്ങനെയാണ് സാധനത്തിന്റെ, നമ്മുടെ വരുമാനം കുറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ വാങ്ങുന്ന അളവ് കുറയുന്നതിന്റെ കാരണം എന്താണ്? കോസും എഫക്റ്റും. വരുമാനം കുറയുമ്പോൾ എങ്ങനെ, വരുമാനം കൂടുമ്പോൾ എങ്ങനെ, വില കൂടുമ്പോഴെങ്ങനെ, വില കുറയുമ്പോൾ എങ്ങനെ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് എക്കണോമിക്സിന്റെ ഒരു ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഭാവിയിലെ പ്രവണതകളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കാർ ഏതാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മൊബൈൽ ഫോൺ ഏതാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടൂത്ത് പേസ്റ്റ് ഏതാണ്, ഭാവിയിൽ പെട്രോളിന്റെ വിലയിൽ എന്ത് മാറ്റം ഉണ്ടാകും, ഭാവിയിൽ എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, എക്സ്പോർട്ടും ഇമ്പോർട്ടും, അന്താരാഷ്ട്ര കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഭാവി പ്രവണതകളൊക്കെ അറിയാൻ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓരോ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള കാര്യം കൂടി പറയാൻ പറ്റും. And that is used means that is helpful to predict the future trends. So ഭാവിയിലെ പ്രവണതകളെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. ഈ പോയിന്റുകളൊക്കെ പഠിച്ചു നോക്കുക. എന്തിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം എന്താണ് എക്കണോമിക്സിലും ചോദിക്കുമ്പോൾ ഏറ്റവും ചുരുക്കി ഇത്രയും കാര്യങ്ങൾ മക്കൾ പഠിച്ചു പോകും. ഇനി അവസാനം പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻ എന്താണ്, പരിമിതികൾ എന്തൊക്കെയാണ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്. ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്സ് do not consider individual facts. ഒരു വ്യക്തിയുടെ കാര്യം മാത്രമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നില്ല, ഒരു കൂട്ടം വിവരങ്ങളെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠന വിഷയമാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ ചെലവ്, ഒരു വ്യക്തിയുടെ ലാഭം എന്ന രീതിയിലേക്ക് പഠിക്കുന്നില്ല. ഒരു കൂട്ടം വിവരങ്ങൾ, ഒരു വസ്തുതകളെയാണ് പഠിക്കുക. ദാറ്റ് ഡു നോട്ട് കൺസിഡർ ഇൻഡിവിജ്വൽ ഫാക്ട്സ്. നമ്പർ 2, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. സംഖ്യാപരമായ ആ ഡാറ്റ, ആ വിവരങ്ങളെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠന വിഷയമാക്കുന്നത്, ക്വാളിറ്റേറ്റീവ് അല്ല. അതാണ് എൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ, പരിമിതി. മാർക്ക്, ഹൈറ്റ്, വെയിറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള സംഖ്യാപരമായി പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠന വിഷയമാക്കുന്നത്. അതാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ.
ഒന്നാമത്തത് വ്യക്തിപരമായ കാര്യം അത് പഠിക്കുന്നില്ല, ഇൻഡിവിജ്വൽ ഫാക്ട്സ് പഠിക്കുന്നില്ല. രണ്ടാമത്തത് അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ, പഠന വിഷയമാക്കുന്നുള്ളൂ. അത് രണ്ടാമത്തെ പരിമിതി. 3, ദ റിസൾട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മേ നോട്ട് ബി അക്യുറേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസൾട്ട് കൃത്യമായിരിക്കണം എന്നില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിൽ എടുത്ത് പഠിക്കുന്ന, അതിൻ്റെ ഭാഗമായി പഠിക്കുന്ന റിസൾട്ട് എപ്പോഴും കൃത്യമായിരിക്കണമെന്നില്ല. 100% അത് പൂർണ്ണമായും ശരിയാവണം എന്നില്ല. അതിന് ചില പരിമിതികളുണ്ട്. അതെടുക്കുന്ന പഠനത്തിൻ്റെ ഭാഗമായുള്ള, പ്രക്രിയയുടെ ഭാഗമായുള്ള, അതിൻ്റെ ഓരോ രീതിശാസ്ത്രത്തിൻ്റെ ഭാഗമായി ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന റിസൾട്ട് 100% അക്യുറേറ്റ് ആവണം എന്നില്ല. അത് മറ്റൊരു പരിമിതി. In fourth one, the final one, statistics can be misused. അത് മിസ്യൂസ് ചെയ്യപ്പെടാം, ദുരുപയോഗം ചെയ്യപ്പെടാം. ഒരു അന്വേഷകൻ, ഏതെങ്കിലും ഒരു സംഘടന അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും പഠനത്തെ അവരെ വഴിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ചില കാര്യം കൃത്രിമത്വം ഒക്കെ അതിൽ നടത്താം. അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില പഠനങ്ങളൊക്കെ നടക്കുമ്പോൾ 100% അതിൻ്റെ ഉദ്ദേശശുദ്ധി, ലക്ഷ്യങ്ങളും കൃത്യമായിരിക്കണമെന്നില്ല. പല തരത്തിലുള്ള ആവശ്യത്തിനു വേണ്ടി പലതരത്തിൽ ഈ ഡാറ്റ ഉപയോഗിച്ച് അതൊക്കെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തെറ്റായ വിവരങ്ങൾ ശേഖരിക്കാനും, വിവരങ്ങൾ ശേഖരിച്ച് തെറ്റായി അപഗ്രഥിക്കാനും, അതെല്ലാം തന്നെ തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുമുള്ള സാധ്യതയുണ്ട്. അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മക്കൾ ഓർമ്മിച്ച് വെക്കുക. 4 ഫാക്ട്സ് അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് ഡു നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഫാക്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ദ റിസൾട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് may not be 100% accurate, may not be perfect, and finally statistics can be misused. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് എക്കണോമിക്സ്, എന്തുകൊണ്ട് എക്കണോമിക്സ്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എക്കണോമിക്സിൽ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഇതൊക്കെ 2-3 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായി എഴുതുക. സോ ചാപ്റ്റർ 1 ഈസ് ഓൾസോ ക്ലിയർ. എല്ലാം നന്നായി പഠിക്കുക. കാണാൻ അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.